ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് സെക്കൻഡ് ടൈമിൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇംഗ്ലീഷിൽ ചോദിച്ച പോലെ തന്നെ പേര് പറയാനാണല്ലേ. ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മലയാളത്തിൽ അവരുടെ ഒക്കെ പേര് പറയാം അല്ലേ. ആനേൻ്റെ ചിത്രം ആന അല്ലേ. ഇല, ഏണി, ഓല. ഇതെന്താണ്? മരുന്നുകൾക്ക് നമ്മൾ എന്താ പഠിച്ചത്? ഔഷധം. ഓക്കെ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ ചിത്രങ്ങളുമായി യോജിപ്പിക്കുക അല്ലേ. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 10 മാർക്കാണ്. അപ്പം നമുക്ക് ഒട്ടകം, അമ്മ, എലി, ഉറി, ഋഷി. ഒന്ന് തെറ്റിപ്പോയാൽ നമുക്ക് 2 സ്കോർ പോവും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അക്ഷരങ്ങൾ നന്നായിട്ട് പഠിക്കുക, ചിത്രങ്ങളും പഠിക്കുക. ഓക്കെ, സെറ്റ്. ഇനി നെക്സ്റ്റ്, ചിത്രങ്ങളുടെ പേര് തുടങ്ങുന്ന അക്ഷരം വൃത്തത്തിലാക്കുക. നമ്മുടെ ഇംഗ്ലീഷിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്, ഇത് മലയാളമാണെന്നുള്ളൂ അല്ലേ. അംബുജം. അംബുജത്തിന് നമ്മൾ ഏതാ പഠിച്ചത്? അം. അപ്പം നമ്മൾ സർക്കിൾ വരച്ചു കൊടുക്കുക. ഐരാവതം, ഐ. ഓക്കെ. ഊഞ്ഞാൽ. ഇതിലെവിടെ? സർക്കിൾ വരയ്ക്കുക. ഇനി വിട്ടുപോയ അക്ഷരങ്ങൾ പറയുക. നമുക്ക് എഴുതാനും അറിയാം അല്ലേ. നമുക്കൊന്ന് പറഞ്ഞാലോ. ആ ഇ ഈ ഉ ഊ ഇർ എ ഐ ഓ ഔ അം. ഓക്കെ, സിമ്പിൾ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 5. ചുവടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഓരോ വാക്ക് പറയുക. ഓരോ വാക്ക് പറയാനാണ്. എ വെച്ചിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഏണി, ഏലം ഒക്കെ പഠിച്ചില്ലേ. ഒരു വാക്ക് പറഞ്ഞാൽ മതി കേട്ടോ. ഊ വെച്ചിട്ട് ഉറി, ഇർ വെച്ചിട്ട് ഋഷഭം, ഋഷി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ വെച്ചിട്ട് ഈറ്റ, ഈന്ത് ഒക്കെ പഠിച്ചിട്ടുണ്ട്. 8 മാർക്കാണ്. അപ്പോൾ എല്ലാ അക്ഷരങ്ങൾ കൊണ്ടും ഓരോ വാക്ക് വീതം പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ പാട്ടിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ പാട്ട് പാടുമ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ? അതേ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. കട്ടുറുമ്പിന്റെ കാത് കുത്തുന്ന അരിയുമായി വന്നതാര്? ആരാ വന്നത്? അരിയുമായി ആരാ വന്നത്? ഒന്ന് പറഞ്ഞേ. നമ്മൾ അങ്ങനെ പാട്ട് പാടി പാടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അരിയുമായി ആരാ വന്നത്? അരിയുമായി ചുണ്ടലി. ചുണ്ടലിയല്ലേ വന്നത്? ആണ്. വേവ് നോക്കാൻ ആരാ വന്നത്? വേവ് നോക്കാൻ പൂച്ചയും വന്നു. അങ്ങനെയല്ലേ നമ്മൾ പാടിയത്. അപ്പോൾ ടീച്ചർ ഇവിടെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കാട്ടില് ആരെ കാതുകുത്തലായിരുന്നു? കട്ടുറുമ്പിൻ്റെ അല്ലേ. വിറകുമായിട്ട് ആരാ വന്നത്? ആന വന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളാവും ചോദിക്കണ്ടാവുക. ഇനി നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ സ്കൂളിൻ്റെ പേര് LPS മണ്ടകക്കുന്ന്. ഓക്കെ. ഇനി ഒരു നഴ്സറി ഗാനം പാടാൻ. അത് നമ്മൾ കാട്ടിലെന്തൊരു മേളാങ്കം നമുക്ക് പാടാം. അക്ഷരപ്പാട്ട് പഠിച്ചില്ലേ നമ്മൾ? ആന വരുന്ന്. അതിലേതെങ്കിലും ഒന്ന് പഠിക്കുക. ഓക്കെ.